ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ട് സൗഖ്യമാക്കിയ സ്ത്രീയുടെ വിസ്മയ അനുഭവം മത്തായി 9-ാം അധ്യായത്തിലും മർക്കോസ് 5-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് ഈ സംഭവത്തിന് കൂടുതൽ വിശദീകരണം നൽകുന്നുണ്ട്. നീണ്ട 12 വർഷങ്ങളിലെ സഹന ജീവിതമായിരുന്നു അവളുടേത്. ചികിത്സ കൊണ്ടൊന്നും വലിയ പ്രയോജനം ലഭിച്ചില്ല. സൗഖ്യദായകനായ ക്രിസ്തുവിനെക്കുറിച്ച് അവൾ കേട്ടു. ക്രിസ്തു തൊടുന്നവരും ക്രിസ്തുവിനെ തൊടുന്നവരും സൗഖ്യമാകുന്നുണ്ടെന്ന വാർത്ത അവളിൽ വിശ്വാസവും ശുഭപ്രതീക്ഷയും ഉണർത്തി. ആൾക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി അവൾ മുന്നേറി. പക്ഷേ തിക്കിത്തിരക്കിൽ ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊടുവാൻ മാത്രമാണ് അവൾക്ക് സാധിച്ചത്. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട നിമിഷം തന്നെ തനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചത് അവൾ തിരിച്ചറിഞ്ഞു. ആരാണ് എന്നെ തൊട്ടത്? ക്രിസ്തുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിസ്സഹായയായി ആൾക്കൂട്ടത്തിൽ നിന്ന് അവൾ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നു. ക്രിസ്തുവിനെ തിക്കിത്തിരക്കിയ അനേകായിരങ്ങൾക്കിടയിൽ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ വസ്ത്രം സ്പർശിച്ച ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു. അപ്പം തിന്നുവാനും അത്ഭുതം കാണുവാനും ക്രിസ്തുവിന് ചുറ്റും തിക്കിത്തിരക്കിയവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിരുന്നു ഈ മകൾ. സർവശക്തനും സൗഖ്യദായകനുമായ ക്രിസ്തുവിന് എല്ലാം സാധ്യമാണ് എന്നവൾ പൂർണ്ണമായും വിശ്വസിച്ചു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരിലാണ് രൂപാന്തരവും അത്ഭുതവുമൊക്കെ സംഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ സുഖമായി ആൾക്കൂട്ടത്തിൽ മറഞ്ഞ ഈ മകളെ എന്തിനാണ് ക്രിസ്തു മടക്കി വിളിച്ചത്? തീർച്ചയായും അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായതുകൊണ്ട് അത് പൂർണ്ണമായും നിർവചിക്കാൻ നമുക്കാവില്ല. എന്നാൽ മാനുഷിക ബുദ്ധിയിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. അവളുടെ രോഗം സുഖമായി എങ്കിലും അവളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ക്രിസ്തുവിന് കുറെ കാര്യങ്ങൾ വീണ്ടും ചെയ്യാനുണ്ടായിരുന്നു. അവളുടെ രോഗം സുഖമായെന്നും അവൾക്കുണ്ടായിരുന്ന ആചാരപരമായ അശുദ്ധിയിൽ നിന്ന് അവൾ വിമുക്തയായി എന്നും സ്വർഗീയ വൈദ്യനായ കർത്താവ് പരസ്യമായി പ്രസ്താവിച്ചു. സമൂഹം അകറ്റി നിർത്തപ്പെട്ട അവളെ സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് ക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തി. ലോർഡ് ജീസസ് restored her dignity and place in society. ക്രിസ്തുവിൻ്റെ വസ്ത്രമാണ് അവളെ സൗഖ്യമാക്കിയതെന്ന തെറ്റിദ്ധാരണ അവൾക്കും അവളിലൂടെ മറ്റുള്ളവർക്കും ഉണ്ടാകാതിരിക്കാൻ ക്രിസ്തു പരസ്യമായി പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം. അത്ഭുത രോഗശാന്തി ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഏതായിരുന്നാലും
എന്തൊക്കെയായിരുന്നാലും എവിടെ വെച്ചാണെങ്കിലും സൗഖ്യത്തിന്റെ വിസ്മയശക്തി വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന് മാത്രമാണ്. 147 സങ്കീർത്തനം 3 വാക്യം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചു കെട്ടുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വിസ്മയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സ്വീകരിച്ചവരിൽ നിന്ന് നന്ദിയും ആത്മബന്ധവും ദൈവം തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക ബന്ധമല്ല, ഉള്ളതും പങ്കിടുന്ന ആത്മബന്ധമാണ് ദൈവം തന്റെ മക്കളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമുള്ള ബന്ധമല്ല, ആത്മാവിലും സത്യത്തിലും ആഴത്തിലുമുള്ള ആത്മബന്ധമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ ഊഷ്മള ബന്ധത്തിലേക്ക് ക്രിസ്തു അവളെ ക്ഷണിച്ചു. യോഹന്നാൻ 15 അധ്യായം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല. അതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെക്കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവർ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഉദ്ദിഷ്ട കാര്യസാധ്യതയ്ക്ക് വേണ്ടിയുള്ള ബന്ധങ്ങളെക്കാൾ ക്രിസ്തുവുമായുള്ള ആത്മബന്ധത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസവും സമർപ്പണവും വളരണമെന്ന് ക്രിസ്തു ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സൗഖ്യവും ഭൗതിക അനുഗ്രഹങ്ങളും മാത്രം പോരാ, പാപമോചനവും പാപത്തിൽ നിന്നുള്ള വിടുതലും ദൈവബന്ധത്തിലേക്കുള്ള യഥാസ്ഥാനപ്പെടുത്തലും മനുഷ്യന് ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഉപരിപ്ലവമായ ആഗ്രഹങ്ങൾക്കപ്പുറം ദൈവവുമായുള്ള സമുന്നത ബന്ധത്തിനു വേണ്ടിയുള്ള ദാവീദിന്റേതുപോലുള്ള ആഗ്രഹം നമ്മിൽ രൂപപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സ്നേഹത്തിനും ആർദ്ര കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ അടുക്കൽ വിശ്വാസത്തോടെ വന്ന പ്രിയ മകളെപ്പോലെ ഞങ്ങളും അങ്ങയുടെ അടുക്കൽ വരുന്നു. സൗഖ്യം നൽകി യഥാസ്ഥാനപ്പെടുത്തുന്ന അങ്ങയുടെ അത്ഭുത ശക്തിയിൽ ദൈവമേ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ഞങ്ങളുടെ പ്രതിസന്ധികളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവുകളെ പരിഹരിക്കണമേ.
അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾക്ക് വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ അടുക്കൽ വരുമ്പോൾ സമ്പൂർണ്ണ സൗഖ്യവും സമാധാനവും നൽകുമെന്ന വാഗ്ദത്തത്തിന്റെ പ്രത്യാശയിൽ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.